ഹായ് നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ അടുത്ത് ഓണമൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് മൂലം നാളത്തേക്കുള്ള പൂ പറിക്കാനായിട്ട് ഞങ്ങളുടെ ഈ വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോവാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പോവാം. നമുക്ക് ഈ വഴിയെ പോയിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പൂക്കള്. ഞാനിപ്പോ ഇതിന്റെ കൊങ്ങിണിപ്പൂവ്, നിങ്ങളുടെ എവിടെയൊക്കെ ഇതിന് എന്താ പേര് പറയാന്നുള്ളത് കൊങ്ങിണിന്ന് ഇനി ആയിരിക്കുമല്ലോ. തൊടുമ്പോഴേക്കും ഇതിങ്ങോട്ട് അടർന്നു പോരും. ഒരു കുഞ്ഞു റൗണ്ട് ഇങ്ങനെ അത് വിടർത്തിയിട്ടാ കിട്ടും. കൊങ്ങിണിപ്പൂ കഴിഞ്ഞപ്പോ അടുത്തത് നമുക്ക് അരിപ്പൂ. ഇതിനും എന്താ നിങ്ങളുടെ അവിടെയൊക്കെ പേര് പറയണേന്നുള്ളത്. ചിലടത്ത് ഇതിന് കാക്കോത്തിപ്പൂ എന്നൊക്കെ പറയും തോന്നുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും മിസ് ചെയ്യണു. കാരണം നമ്മളുടേതും ഇതുപോലെ ഒരു നാട്ടുപ്രദേശമായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്ത് വീടുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി. സാധാരണ ഇങ്ങനെ പാടത്തിന്റെ സൈഡിലും ഒക്കെയാണ് ഇതുപോലത്തെ ചെടികളൊക്കെ ഉണ്ടാവുക. ഇപ്പോ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പാടവും അമ്പലങ്ങളും ഒക്കെയാണ് ചുറ്റിനുമേ. വെറുതെ ഒന്ന് വീടിന്റെ താഴേക്ക് ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ ഒരു കവറിൽ ഇത്രയും കിട്ടിയില്ലേ. നമ്മുടെ ഇവിടെയും ജംഗ്ഷനില് ജമന്തിയും ബന്ദിയൊക്കെ ഉണ്ട്. ജമന്തിയൊക്കെ കിലോ 750 രൂപ. എന്താ അല്ലേ പൂവിന്റെ ഒക്കെ വില ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക്. എന്ത് രസം ഇവിടെയൊക്കെ കാണാനായിട്ടെന്നറിയോ. ദൈവമേ, ഞാൻ തന്നെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ. ഞാൻ ആദ്യമായിട്ടാ ഞാൻ ഈ താഴേക്ക് ഇറങ്ങണേ. കോളേജൊക്കെ അടച്ച് ഓണം വെക്കേഷനായി 10 ദിവസത്തേക്ക് ഇനിയിപ്പോ ഇതുപോലുള്ള ആഘോഷങ്ങൾ. ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ പരിസരത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് തന്നെ കേട്ടോ. എന്താ ഈ നോക്കി നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാലേ, തുമ്പക്കുടം ഉണ്ടോന്ന് ഈ നോക്കണത്. സാധാരണ ഇതുപോലുള്ള പാടത്തിന്റെ സൈഡിലും ഇവിടെയൊക്കെ ആയിട്ടാണല്ലോ തുമ്പ കാണുന്നേ. ഇനിയിപ്പോ നമ്മുടെ ഇവിടെ ഒരു അക്വഡേറ്റിന്റെ ഭാഗമുണ്ട്. നമുക്കിത് കഴിഞ്ഞ് അവിടെയും കൂടെ പോയി നോക്കിയാൽ അറിയാം. ഓക്കെ, ആരോ കൃഷി ചെയ്യുന്നതാണ്. മൂച്ചു വെണ്ടയ്ക്ക. സൂപ്പർ. ഇതില് ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലെ. നമ്മുടെ ഈ ഒരു പാടം കാണിച്ചില്ലേ, പാടത്തിന്റെ നേരെ കരയ്ക്കാണ് അമ്പലം. താഴെ ഒരു ചെറിയ തോട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പാടവും തോടും അന്തിവെയിൽ നല്ലതാന്ന് പറയണേ, കൊള്ളുന്നത്. ആ ഒരു വീട് നല്ല രസമുണ്ട് പാടത്തിന്റെ കരയിലായിട്ട്. ഇതൊക്കെ പറഞ്ഞെങ്കിലും നമ്മളുടെ ഈ വീടും നാടും ഒന്നും എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ അല്ലെ. പെരുമ്പാവൂരിനടുത്ത് വളയഞ്ചിറങ്ങര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ഇതുപോലെ പാടം, അതുപോലെ കനാല്, തോട് ഒക്കെ ആയിട്ട്, അതുപോലെ കുഞ്ഞിതും വലുതുമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ പാട്ട് കേൾക്കുന്നത് ഇതിൽ കേൾക്കുന്നുണ്ടാവില്ല. ഓണം പ്രമാണിച്ച് ഒരുപാട് പ്രോഗ്രാം ഒക്കെ ഇവിടെയുണ്ട്. വിമല ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. ഈ ഒരു പാടത്തിന്റെ കരയിൽ തന്നെയാണത്. ഇതാണ് നമ്മുടെ മഞ്ഞപ്പൂവ്. ഇതിനെന്താ പേര് പറയണെന്നൊന്നും അറിയില്ല. ഇതെല്ലായിടത്തും കാണുന്നതാണ്. ഇത് ഇതിനെന്താ പേര് പറയണേ? മഞ്ഞപ്പൂവ്. അത് തന്നെ. എത്രയല്ലേ ഇത്. പക്ഷെ ഉണ്ടല്ലോ, കുറേ എണ്ണം ഉണ്ടെങ്കിലേ പറ്റൂ. ഇതിനകത്തേക്ക് കയറാനും പേടിയില്ല, പാമ്പുണ്ടെങ്കിലേ. ഇതാണ് നമ്മുടെ അക്വഡേറ്റിലേക്ക് പോണ വഴി.
എനിക്ക് തോന്നുന്ന തുമ്പക്കുടമൊക്കെ നമ്മൾ ഇന്ന് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉത്രാടാവുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും തുമ്പക്കുടത്തോടെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. നമുക്കിനി ആ ഭാഗത്തേക്ക് പോയി നോക്കാം. വൈകുന്നേരത്തെ നേരമൊക്കെ ഇതിലെ നടക്കാനായിട്ട് നല്ല രസമാണ്. ഇതിന്റെ താഴെ ഒരു ചെറിയ മുറുക്കാങ്കട, മുറുക്കാങ്കടയല്ല, നമ്മൾ അങ്ങനെ പറയണേ, ചെറിയ പീടിക എന്ന് പറയില്ലേ, അത്. നമുക്ക് തുമ്പക്കുടം കിട്ടി. ഇത് ഉത്രാടം വരെ നിർത്തിയാലേ കിട്ടില്ല നമുക്ക്, അതുകൊണ്ടാണ്. ബാക്കി വേറെ എവിടെയെങ്കിലൊക്കെ ഇഷ്ടം പോലെ കാണുമായിരിക്കുമല്ലോ. ഇവിടെ ഇഷ്ടം പോലെ തുമ്പക്കുടം ഉണ്ട് കേട്ടോ. ചെറുത് പുല്ലിന്റെ ഒക്കെ ഇടയിലാണ് ഇത് പിടിക്കാൻ. ഓണത്തപ്പനെ വരവേൽക്കാൻ അങ്ങനെ തുമ്പക്കുടവും കിട്ടി. നമ്മുടെ ഈ ഒരു അക്കുഡേറ്റ് വരുന്നത് ഐരാപുരം ഭാഗത്താണ് കേട്ടോ. ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ്, ഇതിന്റെ ബാക്ക് സൈഡാണ്, അതിന്റെ ഗ്രൗണ്ടാണ് ആ ഒരു ഭാഗം. ഞാൻ പഠിച്ച കോളേജും കൂടിയാണ്. ആഹാ, ഒരു തുമ്പക്കുടത്തിന് പകരം ഇതിപ്പോ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞാല് ഒരു ഇന്ന തുമ്പക്കുടം കിട്ടിയിട്ടുണ്ട്. നോക്കി, ആഹാ, അടിപൊളി. ഇനിയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ തൽക്കാലം ഇതിൽ ഒതുക്കി. ഇപ്പൊ ഒരു കാട് ഇളകി വരുന്നത് പോലെ ഉണ്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് പോയിട്ട് കുറെ ആവശ്യത്തിന് പൂവൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും സന്ധ്യ ആവാറായി. ഇനി ചെന്നിട്ട് വിളക്ക് വയ്ക്കണം. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇത് ഒരുപാട് ലോങ് വീഡിയോ ഒന്നും അല്ല, വളരെ കുറച്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഷോർട്സ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ആണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം മിക്കവാറും ഇത് അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓണവിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.